നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിന് ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വലപ്പാട് പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികനായി. അമ്മാളം സെന്റ് ആൻഡ്രീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 222ാമത് അമ്പത്തിരുന്നാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി സാന്ദ്രമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് മേഖലയിലെ ഓപ്പറേറ്റേഴ്സിന് പരിശീലന ക്ലാസ് നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിന് ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. CNN സ്കൂള് എന്നും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവനൊരു പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ അവനെ ഒരുക്കിയെടുക്കണം ആ രീതിയിലൊക്കെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. ചേർപ്പിനെന്നും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് CNN സ്കൂൾസ് എപ്പോഴും നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇവിടെ എല്ലാ തരം പരിശീലനങ്ങൾ ഞാൻ മുൻപ് ഇവിടെ പറയാറുണ്ട്. എന്താണ് CNN സ്കൂളിൽ ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമെന്ന്. അപ്പോൾ ആ രീതിയിലൊക്കെ കുട്ടികളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അതിന് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എന്നും മുൻനിരയിൽ തന്നെ നിൽക്കുന്ന സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു കബഡി അക്കാദമി ഇവിടെ രൂപീകരിച്ച് അവരുടെ കൂടി നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പരിപാടി നടക്കുക എന്ന് പറയുന്നത് അതിനേറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ചേർപ്പ് കബഡി അക്കാദമിയും CNN വിദ്യാലയവും തൃശൂർ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന തൃശൂർ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ മത്സരത്തിൽ ചേർപ്പ് കബഡി അക്കാദമിയും നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മാറ്റുരച്ചു. 25-ന് സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരം നടന്നു. 26-ന് സീനിയർ വിഭാഗം മത്സരങ്ങൾ നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ KB അജോഷ് അധ്യക്ഷനായി. 230 കായിക താരങ്ങളാണ് ഈ വേദിയിൽ കയറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ബോയ്സ് വിഭാഗത്തിൽ നിന്ന് മാത്രം സമ്മാനം വാങ്ങിയത് എന്നുള്ളതാണ്. അത്രയും കായിക താരങ്ങൾ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ഉപജില്ലാ തലത്തിലുപരിയായിട്ട് സമ്മാനങ്ങൾ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് 2 ദിവസമായിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലാണ് തൃശ്ശൂർ ജില്ലാ ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ സാധിച്ചത്. സുധീർ മാഷ നേതൃത്വം കൊടുത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ ജില്ലയിലെ കബഡിയുടെ ആരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അദ്ദേഹം വെള്ളമൊഴിച്ച് വിത്തിട്ട് തടമെടുത്ത് ഊർജം കൊടുത്ത് വളർത്തി വലുതാക്കിയ കുട്ടികൾ ഇന്ന് അദ്ദേഹത്തെ പോലെ തന്നെയുള്ള പരിശീലകരായി മാറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യരാൽ ആരംഭിക്കപ്പെട്ട കബഡി അക്കാദമി ചേർപ്പ് കബഡി അക്കാദമിയാണ് ഇന്ന് ഈ പരിപാടിക്ക് ആതിഥേയത്വം കൊടുക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അതിനോടുള്ള ഒരു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രധാനാധ്യാപിക PM രജനി, തൃശൂർ ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ അനന്തകൃഷ്ണൻ, ജനറൽ കൺവീനർ KR സുധീർ, ചേർപ്പ് കബഡി അക്കാദമി പ്രസിഡന്റ് അരവിന്ദ് രാമൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി C വിജയൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ അനിൽകുമാർ, ജെയ്സൺ, മുരളി, ബ്ലോക്ക് യുവ കോർഡിനേറ്റർ രാംകുമാർ, വിമൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ആവേശജലമായ
ഇപ്പോൾ CNN ദേശീയ താരം വൈദേഹി ഇപ്പോൾ എതിർക്കോട്ടിൽ മറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. CNN ദേശീയ താരം വൈദേഹി ഇപ്പോൾ എതിർ ടീമിൽ മത്സരിക്കും. വല്ലച്ചിറ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വളപ്പാട് പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന തിരുകർമ്മങ്ങൾക്ക് അദ്ദേഹം മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. തുടർന്ന് ലദീൻ, വിശുദ്ധ കുർബാന നൊവേന എന്നിവ നടന്നു. ഇടവക വികാരി ഫാദർ റാഫി തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടത്തുപറമ്പിൽ, ജോർജ് മാളിയേക്കൽ, സിജോ മേച്ചേരിപ്പിടി, തിരുനാൾ ജനറൽ കൺവീനർ ജോൺ കല്ലൂക്കാരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനുവരി 31, ഫെബ്രുവരി 1, 2, 3, 4 തീയതികളിലാണ് തിരുനാൾ. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 222ാമത് അമ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി സാന്ദ്രമായി. ശനിയാഴ്ച ഫാദർ പോൾ അടുപ്പുകുളം പാട്ടു കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 24 യൂണിറ്റുകളിലേക്കുള്ള വിശുദ്ധന്റെ അമ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് മേഖലയിലെ ഓപ്പറേറ്റേഴ്സിന് പരിശീലന ക്ലാസ് നടത്തി. തൃശൂർ കേരള വിഷൻ ഒരുക്കിയ സിബിൽ സോഫ്റ്റ്വെയറിന്റെ പരിശീലന ക്ലാസിന് കേരള വിഷൻ ഡയറക്ടർ ജിജോ ജോസഫ്, ടെക്നിക്കൽ ടീം അംഗങ്ങളായ പി ഗിരിജൻ, വിനോദ്, മില്ല എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ചെർപ്പ് നെറ്റ് വിഷൻ മാനേജിംഗ് ഡയറക്ടർ KG രാധാകൃഷ്ണൻ, ചെർപ്പ് മേഖല ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികൾ, സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഒരു കസ്റ്റമർ പറയാണ് എനിക്ക് 250 രൂപ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 250 രൂപ അടച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് അക്കൗണ്ട്സിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെയാണ് ഒരു കസ്റ്റമർ ഇപ്പോൾ പഴയ ജനറേഷനിലുള്ള ഒരു കസ്റ്റമർ മാറിയിട്ട് പുതിയ ജനറേഷനിലുള്ള ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ ഡിമാൻഡിനനുസരിച്ച് അവരുടെ പ്രൊഫൈലുകൾ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഒരു വെൽ മാനേജഡ് ആയിട്ടുള്ള വലിയ കമ്പനികളുടെ ഒരു സോഫ്റ്റ്വെയറിന് സാധിക്കില്ല. അങ്ങനെ 100,000 സജഷൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്നവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നെറ്റ്വർക്കും പല നെറ്റ്വർക്കും പലതരത്തിലായിരിക്കും. ഒരാൾ പ്രീപെയ്ഡ് ആയിട്ട് കളക്ഷൻ എടുക്കും, ഒരാൾ പോസ്റ്റ് പെയ്ഡ് ആയിട്ട് കളക്ഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു തൃശ്ശൂർ ജില്ലയിന് വേണ്ടി മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്ത ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറാണ് സിബിൽ. ഈ സിബിൽ എന്ന് പറയുന്നത് ഇതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ്. പ്ലസ് ഇതിൽ നമ്മൾ കുറേയധികം മാനേജ്മെൻറ്റ് ഫങ്ഷൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ടിവേഷൻ, ഡീആക്ടിവേഷൻ, ഇത് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. ഒരാൾ 1-ാം തീയതിയാണ് കളക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ആൾ 10-ാം തീയതി ആയിരിക്കും കളക്ഷൻ. പണ്ട് മുതലുള്ള നിയമങ്ങളാണ് നമുക്ക് കേബിൾ ടിവിക്കാർക്ക്. എല്ലാവരും 1-ാം തീയതി കളക്ഷൻ പോകുന്ന ആളുകളുണ്ടാവില്ല. ചില ആളുകൾ 20-ാം തീയതി വെച്ചിട്ട് കളക്ഷൻ നിർത്തും, പിന്നെ 20-ാം തീയതി ശേഷം കളക്ഷൻ ഇല്ല. ചിലർ 20-ാം തീയതി കളക്ഷൻ തുടങ്ങും. ഇങ്ങനെയുള്ള കുറേയധികം ക്രൈറ്റീരിയകൾ വെച്ചിട്ട് നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം എന്നുള്ള ഒരു മുൻധാരണ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ സജഷൻസ് ഫ്രം ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിബിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ചെർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. പെട്രോൾ പമ്പുകൾ, ബസ് സ്റ്റോപ്പുകൾ, പ്രധാന കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പരിശോധിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. പരിശോധനയിൽ ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സിന്ധു, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുബിത തുടങ്ങിയവർ പങ്കെടുത്തു. പരിശോധനകൾ തുടരുമെന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വിശേഷാൽ താളങ്ങളുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് രുക്മിണി വിഗ്രഹം ഭക്തർ പങ്കെടുത്ത ഘോഷയാത്രയോടെ യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചു.
ജനറൽ കൺവീനർ എം രാമചന്ദ്രൻ, സെക്രട്ടറി ടി.എൻ. ബാലൻ, സുനിൽകുമാർ, പ്രവീൺ അഞ്ചേരി, കെ.എസ്. രാംദാസ്, ടി.എം. ബിജോ, ഉഷ വേണുഗോപാൽ, വിജയലക്ഷ്മി എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. രുക്മിണി സ്വയംവരത്തിന് ശേഷം തിരുവാതിരക്കളി, കോൽക്കളി എന്നിവ അരങ്ങേറി. കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി യജ്ഞാചാര്യനായ ചടങ്ങ് ഞായറാഴ്ച സമാപിക്കും. ചേർപ്പ് ലൂർദ്മാതാ കോളേജിന്റെ 45ാമത് കോളേജ് ഡേ ആഘോഷിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും നമ്മൾ ആനുവൽ ഡേ ആഘോഷിക്കുന്നു. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും പിന്നത്തെ വരുന്ന ആഴ്ചകളിലൊക്കെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഇങ്ങനെ ആനുവൽ ഡേ ആഘോഷിക്കുന്ന സമയമാണ്. ഒരു അധ്യയന വർഷം ഇത് അവസാനിച്ചിരിക്കുന്നു, അവസാനിക്കാനുള്ള സമയമായി എന്നൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല അവസരമാണ് ഈ ആനുവൽ ഡേ എന്നൊക്കെ പറയുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് അടുത്തു, ഇനി നന്നായി പഠിക്കണം. മാത്രമല്ല ഈ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ഈ വർഷം എന്ത് നേടി, എന്തൊക്കെ പഠിച്ചു, പിന്നെ വിവിധ ക്ലാസ്സുകളിൽ ആയിരിക്കുന്നവർ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി കണ്ട് ചില കലാപരിപാടികളൊക്കെ നടത്തി അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനും തമ്മിൽ കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒരു കൂട്ടായ്മയുടെയും എല്ലാം വലിയൊരു അവസരമാണ് ഈ ആനുവൽ ഡേ എന്ന് പറയുന്നത്. സിസ്റ്റർ ഡോക്ടർ ട്രീസ ഡൊമിനിക് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിസ്റ്റർ ഡോക്ടർ ഉഷസ് ആളൂർ മുഖ്യപ്രഭാഷണം നടത്തി. 3 കാര്യങ്ങളാണ് ഈ ആനുവൽ ഡേയിൽ നമ്മൾ അനുസ്മരിക്കുക. ഒന്ന്, ഈ അധ്യയന വർഷത്തിലുടനീളം നമുക്ക് ലഭിച്ച നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര. ഈ ഒരു വർഷം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു, അതിനെ അനുസ്മരിക്കുന്ന ഒരു അവസരമാണ്. രണ്ടാമതായി, എന്തെല്ലാം വെല്ലുവിളികളിലൂടെയാണ് നമ്മൾ ഈ വർഷം കടന്നുപോയത് എന്നതിനെ കുറിച്ചൊരു പുനരാലോചന നടത്തുന്ന സമയമാണ്. നമ്മൾ കടന്നുപോയ വെല്ലുവിളികൾ, നമ്മൾ അതിജീവിച്ച പ്രതിസന്ധികൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയെല്ലാം ഉപകരിച്ചു. മറ്റൊന്ന്, എല്ലാറ്റിനും നന്ദി പറയാനുള്ള ഒരു അവസരമാണ്. നേട്ടങ്ങളെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ അവസരത്തിൽ നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് ബൈബിൾ ഉദ്ഘോഷിക്കുന്നു. തുടർന്ന് ഹോളി സ്റ്റാർ ട്യൂഷൻ സെന്ററിന്റെയും കോംബോ കോഴ്സായ ഡിഗ്രി വിത്ത് ജോബ് ട്രെയിനിങ്ങിന്റെയും ഉദ്ഘാടനം സിസ്റ്റർ പ്രിൻസി നിർവഹിച്ചു. സിസ്റ്റർ ആൽഫി ജോൺ, നിഷ, ഡെയ്സി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കരുവന്നൂർ പനംകുളത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. കുണ്ടായിൽ അശോകന്റെ വീട്ടിലെ 10ലധികം കോഴികളെയാണ് വെള്ളിയാഴ്ച രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇരുമ്പ് നെറ്റുകൊണ്ട് മറച്ചിരുന്ന കൂടിന്റെ അടിഭാഗത്തെ മണ്ണ് നീക്കിയാണ് കോഴികളെ കൂട്ടത്തോടെ കൊന്നിട്ടുള്ളത്. കൃഷിഭവനിൽ നിന്നും ലഭിച്ച 6 മാസത്തിലധികം പ്രായമുള്ള കോഴികളെ തരം തിരിച്ച് ഇട്ടാണ് വളർത്തിയിരുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ 20ഓളം കോഴികളും ഈ കൂട്ടിലുണ്ട്. കുറുനരിയുടെ ആക്രമണമാകാനാണ് സാധ്യതയെന്നാണ് നിഗമനം. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനുള്ള ഒരുക്കങ്ങളായി. 29-ന് മഹോത്സവ ദിനത്തിൽ പ്രഭാത ശീവേലിക്ക് പഞ്ചാരിമേളം അകമ്പടിയാകും. മേളകളാരത്നം ചൊവ്വാലൂർ മോഹനനും സംഘവും മേളം നയിക്കും. പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കുന്ന ശീവേലിയിൽ ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റും. കാഴ്ച ശിവേലിയിൽ കീഴിലം ഗോപാലകൃഷ്ണന്മാരാരും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യത്തോടൊപ്പം 9 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ശ്രീ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. തുടർന്ന് ഗിന്നസ്, ഡോക്ടർ ശുഗപുരം ദിലീപ്, ആസ്ഥാന വിദ്വാൻ മേളപൂനാരി ഉണ്ണികൃഷ്ണനും സംഘവും നയിക്കുന്ന പാണ്ടിമേളവും നടക്കും. രാത്രി 8-ന് വോയിസ് ഓഫ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന പാട്ടുത്സവവും ഉണ്ടായിരിക്കും. 30-ന് വ്യാഴാഴ്ച ആറാട്ട് മഹോത്സവവും ഫെബ്രുവരി 10 തിങ്കളാഴ്ച പൊൻകാല സമർപ്പണവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AR റോഷ്, സെക്രട്ടറി EVS സ്മിത്ത്, വൈസ് പ്രസിഡന്റ് ES ഷൈജു, ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് മദൻ, ട്രഷറർ EV ഷെറി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.
നമ്മുടെ മഹോത്സവമാണ് 29 ജനുവരി ബുധനാഴ്ച. ജനുവരി 21 ഉത്സവം കൊടിയേറി പ്രകാശൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ. 25, 26, 27 7 മണിക്ക് വിവിധ ഇനം കലാപരിപാടികൾ. 27 ഗ്രാമപ്രദക്ഷിണം. 28 9 മണിക്ക് പള്ളിവേട്ട. 29 മഹോത്സവം. പ്രഭാത ശിവേലി. മേളകലാരത്നം ശ്രീ ചൊവ്വല്ലൂർ മോഹനൻ ആൻഡ് പാർട്ടി. കാഴ്ച ശിവേലി കീഴം ഗോപാലകൃഷ്ണമാരാർ ആൻഡ് പാർട്ടി നയിക്കുന്ന പഞ്ചവാദ്യത്തോടൊപ്പം 9 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ശ്രീ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നു. ചിറക്കൽ കാളിദാസൻ ദേവിയുടെ തിടമ്പേറ്റുന്നത്. ഗിന്നസ് ഡോക്ടർ സുഖപരൻ ദിലീപ് ആസ്ഥാന വിദ്വാൻ മേള ശ്രീ പൂനാരി ഉണ്ണീഷൻ ആൻഡ് പാർട്ടി നയിക്കുന്ന പാണ്ടിമേളം. 7 മണിക്ക് വർണ്ണമഴ. 8 പാട്ടുത്സവം. അവതരണം വോയിസ് ഓഫ് കൊച്ചിൻ. സ്ത്രീകൾ സാഹിത്യ ലോകത്ത് ഏറെ ശ്രദ്ധേയമായ സ്വന്തമിടം കണ്ടെത്തിയ കാലമാണ് വർത്തമാനകാലമെന്ന് PT കുഞ്ഞുമുഹമ്മദ്. ആഷിഖ് മുഹമ്മദിന്റെ 6ാമത്തെ പുസ്തകവും 4ാമത്തെ നോവലുമായ ഉപ്പും പാത്തി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ PT കുഞ്ഞുമുഹമ്മദ്, മുൻ MLAയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ KPK വേങ്ങരയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം സുമയ്യ സിദ്ദിഖ്, കഥാകാരി സബീഖ ഫൈസൽ, SA നവാസ്, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KA വിശ്വംഭരൻ, ഗ്രന്ഥകർത്താവ് ആഷത്ത് മുഹമ്മദ്, PI ഫിറോസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ തിരുനാളിന് തുടക്കമായി. വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഫൊറോന കാര്യാലയത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. തുടർന്ന് പ്രസുതേന്തി വാഴ്ച, ദിവ്യബലി എന്നിവയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികനായി. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കര പട്ടിയേക്കൽ, ഫാദർ റോയി അക്കര എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൈക്കാരന്മാരായ ഷാജി തട്ടിൽ, സണ്ണി മാളിയേക്കൽ, ഷോയ് മാളിയേക്കൽ, സന്തോഷ് ആട്ടോക്കാരൻ, ജനറൽ കൺവീനർ ഷീജൻ ഓലക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശനിയാഴ്ച വിശുദ്ധ കുർബാന, ലതീഞ്ഞ, നൊവേന, കൂടുതുർക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായിരുന്നു. വൈകിട്ട് 6 പകൽ അമ്പുകളും രാത്രി 11:30 രാത്രി അമ്പുകളും സമാപിക്കും. ഞായറാഴ്ച രാവിലെ 7 വിശുദ്ധ കുർബാന, 10:30 ആഘോഷമായി തിരുനാൾ ദിവ്യബലി എന്നിവയ്ക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ അലക്സ് മരോട്ടിക്കൽ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാന, പ്രദക്ഷിണം എന്നിവയും തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും വൈകിട്ട് 7 ഗാനമേളയും ഉണ്ടായിരിക്കും. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളി സന്ദർശിച്ചു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി നിർമ്മൽ അക്കര പട്ടിയേക്കൽ, കൈക്കാരന്മാരായ ഷാജി തട്ടിൽ, സണ്ണി മാളിയേക്കൽ, ഷോയ് മാളിയേക്കൽ, സന്തോഷ് ആട്ടോക്കാരൻ, ജനറൽ കൺവീനർ ഷീജൽ ഒലക്കൽ, പബ്ലിസിറ്റി കൺവീനർ ജോഷി ആലപ്പാട്ട് എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7555 രൂപ, പവന് 60,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിന് ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വലപ്പാട് പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികനായി.
സെന്റ് ആൻഡ്രീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 222ാമത് അമ്പത്തിരുന്നാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി സാന്ദ്രമായി. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ (COA)യുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് മേഖലയിലെ ഓപ്പറേറ്റേഴ്സിന് പരിശീലന ക്ലാസ് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.